ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു അവൽ ഇസ്തിരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിലോടുകൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ അവൽ ഇസ്തിരി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരല്പം മാത്രം നെയ്യ്. ഇതുപോലെ ഒരു ടീസ്പൂൺ അളവിൽ ഞാനിപ്പോൾ നെയ്യ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് അവൽ കൂടി. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ നല്ലതുപോലെ തിന്നായിട്ടുള്ള അവലാണ് എടുത്തിട്ടുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ കട്ടിയായിട്ടുള്ള അവലുണ്ടല്ലോ, അതാണെങ്കിലും കുഴപ്പമില്ല. ഏത് കളറുള്ള അവലാണെങ്കിലും പ്രശ്നമൊന്നും ഇല്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ നെയ്യിലേക്ക് അവലൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ അവൽ ഇസ്തിരിയെക്കുറിച്ച് ഞാൻ അറിയുന്നത് ഞാനൊരു ന്യൂസ് കണ്ടായിരുന്നു കേട്ടോ, കണ്ണൂരിൽ സ്പെഷ്യൽ പലഹാരം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ എൻ്റേതായ രീതിയിൽ ഞാൻ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അവൽ ഇസ്തിരി ഒന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതിയിട്ടാണ് ഈ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് നമ്മുടെ അവൽ ഇസ്തിരി തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് നെയ്യിലൊക്കെ ഒന്ന് വറുത്തെടുക്കുമ്പോഴത്തേക്കും ഒരു സ്പെഷ്യൽ മണമൊക്കെ ആയിരിക്കും നമ്മുടെ അവലിന്. നല്ലതുപോലെ ഒന്ന് ക്രിസ്പിയായി കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മളൊന്ന് നെയ്യിൽ അവലൊന്ന് വറുത്തൊന്ന് മാറ്റി ഒരു ബോട്ടിലേക്ക് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം നാൾ, സാധാരണ നമ്മൾ അവൽ സൂക്ഷിക്കുന്നതിലും കൂടുതലായിട്ട് ഒരുപാട് നാൾ നമുക്ക് അവൽ കേടാകാതെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് വറുത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് അവലാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നല്ല തിന്നായിട്ടുള്ള അവലാണ്. അതിൻ്റെ പേരിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടും. അപ്പോൾ അവലൊക്കെ ഇതുപോലെ നന്നായിട്ട് ഏകദേശം ഒരു 1-2 മിനിറ്റ് ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. അവൽ വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1.5-1.25 ഗ്ലാസ് അളവിൽ പാല് വെച്ചിട്ടുണ്ട്. നമ്മുടെ അളവിനനുസരിച്ചിട്ട് പാലെടുത്താൽ മതിയാവും. എത്രത്തോളം ചേർക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ പാലിനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഈ ഒരു അളവിൽ പാല് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. പാല് ചൂടാകുന്ന സമയം കൊണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇതുപോലെ ഒരു 2 ഏലക്കയുടെ ആ കുരു മാത്രമേ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുകൂടി നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ ഏലക്കയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. ഈ റെസിപ്പി നമുക്ക് കിട്ടുന്നത് ചെറിയൊരു മധുരത്തിലാണ്. അപ്പോൾ അത്യാവശ്യം മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഫസ്റ്റിലെ തന്നെ കൂടുതൽ പഞ്ചസാര പാലിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഈ ഒരു അളവിൽ ഒരല്പം മധുരം ചേർക്കുകയാണ്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തയ്യാറാക്കിയതിന് ശേഷം അതിന് മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. പാലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരികയാണ്. നമ്മൾ വെച്ച് കൊടുത്ത പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പാലും ഇവിടെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് സെർവ് ചെയ്തെടുക്കാം. നമുക്കിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്നില്ലേ നമ്മുടെ അവൽ, ആ അവൽ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നമുക്ക് എത്രത്തോളം അളവിൽ വേണോ അതിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഇത് വറുത്തെടുത്ത കംപ്ലീറ്റ് അവൽ ഇതിലേക്ക് ചേർക്കുകയാണ്. അവൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് ഓമപ്പൊടിയും കൂടി. അപ്പോൾ ഈ ഓമപ്പൊടിയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഇത് വന്നിട്ട് ഈ ഓമപ്പൊടിയുടെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ വീട്ടിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ ഓമപ്പൊടി. അപ്പോൾ അതിൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ പിണ്ട് കമൻ്റായിട്ട് വയ്ക്കാം. ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് ഓമപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കാം. അത് ഇതിന് മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും. ഓമപ്പൊടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് നട്ട്സും കൂടി. ഒരല്പം മാത്രം അണ്ടിപ്പരിപ്പ് ചേർക്കുകയാണ്. അപ്പോൾ ഇത് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്.
ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഴമാണ്. അപ്പോൾ പഴമായിട്ട് എടുക്കേണ്ടത് റോബസ്റ്റ് പഴമാണ്. ആ റോബസ്റ്റ് പഴത്തിൽ തയ്യാറാക്കാൻ മാത്രമാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ചെറുപഴം വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഏത്തൻ പഴമൊന്നും നേന്ത്രപ്പഴമൊന്നും ഉപയോഗിക്കേണ്ട കേട്ടോ. അപ്പോൾ റോബസ്റ്റ് പഴമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം 2 പഴം എടുത്തിട്ടുണ്ട്. നമ്മുടെ അളവിനനുസരിച്ചിട്ട് പഴത്തിൻ്റെ അളവും കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. പഴവും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പാല് കൂടിയാണ്. അപ്പോൾ നമ്മുടെ അളവിനനുസരിച്ചിട്ട് ഒരല്പം മാത്രം പാൽ ഇതിന് മുകളിലേക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് പാലും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഉടൻ തന്നെ നമ്മളിത് കഴിച്ചേക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ പാലിൽ കിടന്നിട്ട് നമ്മുടെ അവൽ നന്നായിട്ടൊന്ന് കുതിർന്ന് പോകും. അപ്പോൾ അങ്ങനെ കുതിർന്ന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പെട്ടെന്ന് അങ്ങനെ ഇല്ലാണ്ടായി പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ചൂടോടുകൂടി തന്നെ നമ്മുടെ ഈ അവൽ ഇസ്തിരി ഒന്ന് കഴിച്ചേക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നിങ്ങളായിട്ട് ഞാനിതൊന്ന് ഷെയർ ചെയ്യുന്നത്. വളരെ സിമ്പിൾ അല്ലേ, ഈസി ആയിട്ട് ഇതുപോലെ വളരെ കുറച്ച് മാത്രം ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ആകെ കൂടി നമ്മളിതിലേക്ക് പ്രത്യേകം ചേർക്കുന്നത് ഓമപ്പൊടി മാത്രമാണ്. അപ്പോൾ ഓമപ്പൊടിയും നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ലിങ്ക് പിന്നീട് കമൻറ്റായിട്ട് കൊടുത്തിരിക്കാം, ഒന്ന് കണ്ടു നോക്കിയേക്കണം. കുട്ടികൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും വൈകുന്നേരം ചായക്കൊപ്പം ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മധുരമൊക്കെ ചേർക്കാവുന്നേ ഉള്ളൂ. കുറച്ചുകൂടി കൂടുതൽ മധുരം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതിലേക്ക് ആകെ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് സെർവ് ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ്. ഇതെല്ലാം കൂടി ഒന്ന് സെർവ് ചെയ്യുമ്പോഴത്തേക്കും പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉടൻ തന്നെ കഴിച്ചേക്കണം. നന്നായിട്ട് പാൽ കുതിർന്ന് പോയാൽ ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. അത് മാത്രമേ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഒന്ന് പ്ലേറ്റ് ഒന്ന് ഫ്രണ്ടിൽ കൊണ്ട് വെച്ചതിന് ശേഷം മാത്രം ഒന്ന് പാൽ ചുറ്റിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അത് മാത്രം ഒന്ന് നോക്കിയാൽ മതിയാവും. ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും എനിക്ക് മറക്കാതെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.